അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മറ്റൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വാട്ടർ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇത് എവിടെയെന്ന് പറയാം. ഇപ്പോൾ നമ്മളുള്ളത് ഓൾഡ് ദുബായിയുടെ ഒരു പാർട്ടായിട്ടുള്ള അബ്രയിലാണ്. അബ്രയിൽ നമുക്ക് ഇവിടെ ഒരുപാട് ബോട്ട് റൈഡുകളും ഫെറിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ബോട്ട് എടുത്തിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നത്. അബ്ര എന്ന് പറയുമ്പോൾ അറബിയിൽ ടു ക്രോസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറ്റു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാം വാട്ടർ ഫ്രണ്ട് ടൗണുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അബ്രയിൽ നിന്ന് അൽസീഫിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബോട്ട് റൈഡിന് വെറും 1 ദിർഹം അല്ലെങ്കിൽ 2 ദിർഹമൊക്കെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ കാണുന്ന ഓരോ ഗേറ്റുകളും ഓരോ സ്ഥലത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് അൽസീഫിലേക്കുള്ള ഗേറ്റ്. അവിടെയാണ് ഓരോ ബോട്ടുകളും വരിക. പിന്നെ ഗോൾഡ് സൂക്കിലേക്കും ബനിയാസിലേക്കൊക്കെ ഉള്ള ബോട്ടുകളുണ്ട്. അതിനൊക്കെ ഉള്ള ഓരോ ഗേറ്റുകളാണ് ആ കാണുന്നതൊക്കെ. പിന്നെ ഇത് പെട്ടെന്നൊരു പക്ഷിക്കൂട്ടം അങ്ങ് വന്ന് ഒരാൾ വന്നിട്ട് ഫുഡ് ഇട്ട് കൊടുത്തു. അപ്പോഴാണ് ഈ ഒരു സീ ബേർഡ്സ് ഒന്നിച്ച് വന്നിട്ട് ആ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് നന്നായിട്ട് പാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയായിരുന്നു. എന്തോ ഒരു സീ ബേർഡാണ് ഇരിക്കുന്നത്. ആ ഒരു ഈവനിങ് സൺസെറ്റ് ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ ബോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബോട്ടാണോ ഫെറിയാണോ അറിയില്ല. ഇതാണ് ഏതായാലും ഇതിലാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇത് അവിടെ ഓരോ ക്രൂയിസ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ക്രൂയിസിൽ നല്ല അട്രാക്റ്റീവായിട്ട് നല്ല ലൈറ്റ്സ് ഒക്കെ കത്തിച്ച് ഡാൻസിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ലൊരു ഈവനിങ് വൈബായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ അക്കരയിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണിത്. ആ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു കടലിൽ തന്നെ ആ ഒരു സൺസെറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് നമ്മളിതാ ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അൽസീഫ്. ആൻഡ് എഗെയിൻ ഇവിടുത്തെ ആ ഒരു വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാണ്. നല്ല ബ്യൂട്ടിഫുൾ വൈബായിരുന്നു ഈവനിങ്ങിൽ ഈ ഒരു കടൽ തീരത്ത് നിന്നുകൊണ്ടുള്ള ആ ഒരു ബോട്ടിൻ്റെയും ക്രൂയിസിൻ്റെ ഒക്കെ ആ ഒരു കാഴ്ച, അതുപോലെ സൺസെറ്റൊക്കെ. അപ്പോൾ ഇനി നമുക്ക് നേരെ അൽസീഫിലേക്ക് കടക്കാം. അൽസീഫ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകളാണുള്ളത്. ഷോപ്പിങ്ങിനായിട്ട് മെയിനായിട്ട് ഷോപ്പിംഗ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. പിന്നെ ഇവർ ഓരോ ഷോപ്പുകളും ആ ഒരു ഹെറിറ്റേജ് രൂപത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സ്പൈസസും സാഫ്രൺ, ഊത് അങ്ങനത്തെ ഒരു ഷോപ്പാണ് ഇതിവിടെ. പിന്നെ ഒരുപാട് ലോക്കൽ ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ സോവനിയേഴ്സ് വെച്ചിട്ടുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും ദുബായിയുടെ ഒക്കെ ഓരോ സോവനിയേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഇന്ത്യൻ കറാച്ചി ഐറ്റംസ് ഒക്കെ അവിടെ, കാശ്മീരി ഒരുപാട് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ആൻഡ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞപ്പോൾ അവർ ആ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഷോപ്പുകളും ഇങ്ങനെ ചുറ്റി നടന്ന് കാണാം. ഇവിടെ ഒരുപാട് ഊതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലായിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പുകൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഈ കാണുന്നത് ബാസ്കിൻ ആൻഡ് റോബിൻസ് ആണ്. അതുപോലെ സ്റ്റാർബക്സ് ഒക്കെ, കോഫി ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം ആ ഒരു ഹെറിറ്റേജ് ഷോപ്പായിട്ട് ഹെറിറ്റേജ് രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതൊരു ടർക്കിഷ് ഷോപ്പാണ്. അപ്പോൾ ടർക്കിഷ് സ്വീറ്റ്സ് അവൈലബിൾ. ഈ കാണുന്നതാണ് സ്റ്റാർബക്സ്. ഇതെല്ലാം ആ ഒരു പഴയ കാലത്ത് എങ്ങനെയാണ് അറബികൾ എങ്ങനെയാണ് താമസിച്ചിരുന്നത് ആ ഒരു രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു പെർഫ്യൂം ഷോപ്പുകളുണ്ട്. ഒരുപാട് പെർഫ്യൂം ഷോപ്പുകളുണ്ട്.
പിന്നെ ഇതാ ആൻറ്റിക് ഷോപ്പുകളുണ്ട്. ഈ കാണുന്നത് ഒരു ആൻറ്റിക് ഷോപ്പ്. പെയിൻറ്റിങ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളെല്ലാം ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ചുറ്റി കാണുകയാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇതല്ല. മെയിൻ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതുണ്ട്, ഇതൊക്കെ ഒരു ഇപ്പോൾ ഇതൊരു ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഹെറിറ്റേജ് ഹോട്ടലാക്കി മാറ്റിയേക്കാണ് അവരിത്. പക്ഷെ ഇതെല്ലാം ആ ഒരു ഡോർസ് പോലും, ഈവൻ വാഷ്റൂമിൻ്റെ ഡോർസ് പോലും അവർ ആ ഒരു പഴയ രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു വുഡ് കൊണ്ടുള്ള ഒരു പണ്ട് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെയാണ് അറബ്സിൻ്റെ ആ ഒരു വീട് പോലെയാണ് അവർ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ലൈറ്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ ലൈറ്റ്സ് ആണ് മെയിനായിട്ട് ഇവിടുത്തെ ഒരു അൽസീഫിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ടർക്കിഷ് അതുപോലെ കാശ്മീരി കറാച്ചി ഷോപ്സുകളുണ്ട്. ഇവിടെ ടർക്കിഷ് ഐസ്ക്രീം ഉണ്ട്, അതുപോലെ കാർപ്പറ്റ്സുകൾ, ആൻറ്റിക് ഐറ്റംസ്, ഡ്രസ്സസ്, അതെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇതാ ഒരു ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അൽസീഫ് ദുബായ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണാനായിട്ട്. ഡിഫറെൻറ്റ് ലൈറ്റ് ഷെയ്ഡ്സിലാണ് അവരത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണിത്. ഇവിടെ എല്ലാം ആ ഒരു റൂഫ് ഇതാ ഇങ്ങനെ പുല്ലുകൊണ്ടാണ് മേഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാൾസ് ഒക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ വാൾസ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ കുറെ സ്പൈസസിന്റെ ഷോപ്പാണ്. നമുക്ക് ഇതുവരെ കാണാത്ത ഒരുപാട് സ്പൈസസ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഊതിന്റെ ആ ഒരു വുഡൊക്കെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ആൻഡ് ഇതാ ഒരു കാർപ്പറ്റ് ഷോപ്പാണ്. ഈ ഒരു ടൗൺ വരുന്നത് ഈ ഒരു ക്രീക്കിന്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ ഒരു സീയിലേക്കുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ ഒരുപാട് ക്രൂയിസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ലൈറ്റ്സ് ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്രൂയിസ് പോകുന്നുണ്ട്. ആൻഡ് ഹിയർ കംസ് അവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അത് ഈ കാണുന്ന ഒരു ക്രിസ്മസ് ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതാണ് ദുബായിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ഈ ഒരു ക്രിസ്മസിന് അവർ തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടോളസ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അൽസീഫിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയത് കാരണം നല്ല റഷായിരുന്നു. ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കാഴ്ചയൊക്കെ എൻജോയ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓരോ സെക്കൻഡിലും ഓരോ ലൈറ്റ്സ് ആണ് ഈ ഒരു ക്രിസ്മസ് ട്രീ കാണിക്കുന്നത്. പിന്നെ ഇത് അവിടെ സൈഡിലായിട്ട് ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ അവര് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീന്റെ താഴെയായിട്ട് ഇങ്ങനെ അൽസീഫ് ദുബായ് എന്ന് ചെയ്തിട്ടുണ്ട് അവര്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്.
ആൻഡ് ഇതിൻ്റെ ബാക്കിലായിട്ട് അവർ സാൻഡാസ് ഗ്രോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സാൻഡ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സാൻഡേൻ്റെ കൂടെ നമുക്ക് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഈ ഒരു സാൻഡേനെ കണ്ടാൽ ശരിക്കുള്ള സാൻഡയാന്ന് തോന്നും. കാരണം വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് പാനെ കൊണ്ടുവന്നിട്ടാണ് അവിടെ ഇരുത്തിയിട്ടുള്ളത് അവർ. ഞാൻ സാൻഡേൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണിത്. ഒരുപാട് പേര് ക്യൂ നിന്നിട്ടാണ് ഒരു ഫോട്ടോ സെക്ഷന് എടുക്കുന്നത്. ഒരുപാട് ഫാമിലീസും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് സാൻഡേൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ മെയിൻ റോഡിന് സൈഡിലായിട്ട് തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ വരുന്നത്. ഇവിടെ ഒരു റെയിൻഡിയേഴ്സിനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ലൈറ്റ്സ് കൊണ്ട് ഈ ഒരു റെയിൻഡിയറിനെ അവരുണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ ട്രാവൽ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ച് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബുർജുമാൻ സ്റ്റേഷൻ വരുന്നത്, മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ മെട്രോ കയറിയിട്ടാണ് ഇനി തിരിച്ചു പോരുന്നത്. അപ്പം ബുർജുമാൻ സ്റ്റേഷനിലേക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. ഇപ്പോൾ നൈറ്റ് ടൈം ആയിട്ടുണ്ട്. പിന്നെ ഏത് നൈറ്റ് ടൈം ആയാലും ദുബായ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. പിന്നെ അതാ ഇവിടെ സൈഡിലൊരു ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നു. അപ്പോൾ ഇതാ നേരെ മെട്രോ കയറാൻ പോവാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര. താങ്ക് യു ഫോർ വാച്ചിങ്.